നിശബ്ദതയ്ക്ക് ഒരു ശബ്ദമുണ്ടെങ്കിൽ അത് ഒരു പുരുഷന്റെ ഹൃദയത്തിന്റെ ശബ്ദമായിരിക്കും. അവൻ അധികം സംസാരിക്കില്ലായിരുന്നു, പക്ഷേ അവന്റെ ഓരോ ശ്വാസവും ഒരു പോരാട്ടത്തിന്റെ ഭാഗമായിരുന്നു. അവൻ നടക്കുന്നത് കാണുമ്പോൾ ആളുകൾക്ക് അവന്റെ ശക്തി മാത്രം കാണാൻ കഴിയും. പക്ഷേ അവൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആ ശക്തിയുടെ പിന്നിൽ എന്തൊക്കെ തകർച്ചകളാണ് അവൻ കൂട്ടിവെച്ചിരുന്നത് എന്ന് ആരും അറിഞ്ഞിരുന്നില്ല. അവൻ കരയാൻ ആഗ്രഹിച്ചു, പക്ഷേ പുരുഷൻ കരയരുത് എന്ന ലോകത്തിന്റെ കെട്ടുകഥ അവന്റെ കണ്ണുനീരില്ലാതാക്കി. അവൻ വീണു, പക്ഷേ അവൻ തകർന്നില്ല. അവന്റെ സ്വപ്നങ്ങൾ ചിലപ്പോൾ നിലം പൊത്തി, പക്ഷേ ഒരിക്കലും അവൻ നിർത്തിയില്ല. കാരണം അവൻ വിശ്വസിച്ചിരുന്ന ഒരു വാക്യമുണ്ടായിരുന്നു: ഞാൻ വീണാൽ തകരില്ല, വീണിടത്ത് കിടന്നാൽ മാത്രമാണ് ഞാൻ തകരുന്നത്. അവൻ എഴുന്നേറ്റ് വീണ്ടും പരിശ്രമിച്ചു. ഓരോ പരാജയവും അവനെ കൂടുതൽ ശക്തിയാക്കി, കൂടുതൽ മനുഷ്യനാക്കി. ഒരു ദിവസം ആരോ ഒരാൾ അവനോട് ചോദിച്ചു, നിനക്ക് ആരോടെങ്കിലും പിന്തുണ ഉണ്ടോ? അവൻ സ്നേഹത്തോടെ ചിരിച്ചു, ഉണ്ടല്ലോ, ഞാൻ തന്നെ. അവൻ പഠിച്ച ഏറ്റവും വലിയ സത്യം ഇതായിരുന്നു: പുരുഷന്റെ ശക്തി മസിൽസ് അല്ല, അവന്റെ മനസ്സിലാണ്. അവൻ ഒറ്റയ്ക്ക് പൊരുതുന്ന യുദ്ധങ്ങൾ ലോകം ഒരു വരിയിൽ പോലും എഴുതാറില്ല, പക്ഷേ അവൻ മുന്നോട്ടു പോകുന്നു. ഓരോ ചുവടും ഓരോ വിജയമാണ്. ലോകത്തിന് അവൻ ഒരു സാധാരണ മനുഷ്യനായി തോന്നാം, പക്ഷേ അവൻ ദിവസവും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് മനസ്സിൽ പറയുന്നൊരു വാക്കുണ്ട്: എത്ര തളർന്നാലും ഞാൻ വീണ്ടും എഴുന്നേൽക്കാൻ പറ്റിയ മനുഷ്യനാണ്. അത് തന്നെയാണ് അവനെ ഒരു പുരുഷനാക്കുന്നത്, ഒരു പോരാളിയാക്കുന്നത്, ഒരു വിജയിയാക്കുന്നത്. ആരൊക്കെ തകർക്കാൻ നോക്കിയാലും വീണ്ടും എഴുന്നേറ്റ് പോരാടും, കാരണം അവൻ ലോകത്തിന്റെ നായകനാണ്.